നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നെറ്റ്വർക്കിംഗ് മോഡലുകളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. OSI മോഡലിൻ്റെ 7 ലെയറിനെ പറ്റി നമ്മൾ പറഞ്ഞു. പിന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് TCP/IP മോഡലിൻ്റെ 4 ലെയറുകളെ പറ്റിയാണ്. ഓക്കെ, അതിൽ ആദ്യത്തെ 2 ലെയറിനെ പറ്റി നമ്മൾ സംസാരിച്ചു. നെറ്റ്വർക്ക് ലെയറും ഇൻ്റർനെറ്റ് ലെയറും. നെറ്റ്വർക്ക് ലെയറിലാണ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ, ഡാറ്റ ട്രാൻസ്ഫർ, ഫിസിക്കലി കണക്ഷൻ വരുന്നത് അല്ലേ. ഡാറ്റ ഒരു സെർവറിൽ നിന്ന് അല്ലെങ്കിൽ ക്ലയൻറ്റിൽ നിന്ന് സെർവറിലേക്കും സെർവറിൽ നിന്ന് ക്ലയൻറ്റിലേക്കും ഡാറ്റ ഫിസിക്കലി കേബിൾ വഴി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയം വഴി സെൻഡ് ആവുന്നത് നെറ്റ്വർക്ക് ആക്സസ് ലെയർ വഴിയാണ്. അപ്പോൾ അതാണ് ഏറ്റവും താഴെയുള്ള ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ലെയറും. അപ്പോൾ ഇതിനകത്താണ് IP ഡാറ്റാഗ്രാമൊക്കെ വർക്ക് ചെയ്യുന്നത്. പിന്നെ കുറേ പ്രോട്ടോകോൾസ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത് എന്താണ്, ഇഥർനെറ്റ്, പിന്നെ ടോക്കൺ റിങ്. ടോക്കൺ റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നെറ്റ്വർക്കിംഗ് സിസ്റ്റത്തിൽ വരുന്ന ഏറ്റവും മെയിനായിട്ടുള്ള ഒരു ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ റിംഗ് ടോപ്പോളജി പഠിച്ചു, അതിലൊക്കെ വർക്ക് ചെയ്യുന്ന സിസ്റ്റമാണ് ടോക്കൺ റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഇപ്പോൾ നമ്മളൊരു ഡാറ്റ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിലേക്ക് സെൻഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് A എന്നുള്ള ഒരു കമ്പ്യൂട്ടറിനകത്തു നിന്ന് X എന്നുള്ള ഒരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഒരു ടോക്കൺ ആദ്യം ജനറേറ്റ് ചെയ്യും. ആ ടോക്കൺ ആദ്യം എല്ലാ കമ്പ്യൂട്ടറിലും സ്പ്രെഡ് ആവും. അപ്പോൾ അതിനകത്ത് നിന്ന് ഫസ്റ്റ് ചോദിക്കും ഏതാണ്, ഈ കമ്പ്യൂട്ടർ X ആണോ എന്നുള്ള, അതായത് ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് വെരിഫൈ ചെയ്യണം. അപ്പോൾ ഓരോ നോഡിലും ഓരോ കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, ഓരോ ജംഗ്ഷനിലും ഓരോ കമ്പ്യൂട്ടർ ഉണ്ടാവും, ഓരോ പോയിന്റിലും. അപ്പോൾ ഓരോ പോയിന്റിലും എത്തുന്ന ഡാറ്റ ആദ്യം, അതായത് ഈ ടോക്കൺ എല്ലാ കമ്പ്യൂട്ടറും പരിശോധിക്കും. അതിനകത്തുള്ള IP അതായത് MAC അഡ്രസ്സ് അവരുടേതാണോ എന്ന് നോക്കും. അവരുടേതല്ല എങ്കിൽ അത് ആ ടോക്കൺ റിട്ടേൺ ചെയ്യും. വീണ്ടും അത് നമ്മുടെ ആ ഒരു റിംഗ് ടോപ്പോളജിയുള്ള ആ പാത്തിലൂടെ നെക്സ്റ്റ് നോഡിൽ വരും. അവിടുന്ന് വീണ്ടും ആ കമ്പ്യൂട്ടർ, അതായത് രണ്ടാമതൊരു കമ്പ്യൂട്ടർ നോക്കും ഈ ഡാറ്റ ആ കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ടുള്ളതാണോ എന്ന്. അങ്ങനെ അല്ലെങ്കിൽ അവിടുന്ന് വീണ്ടും റിട്ടേൺ ചെയ്യും. അങ്ങനെ ലാസ്റ്റ് X എന്നുള്ള കമ്പ്യൂട്ടറിൽ എത്തുന്ന സമയത്ത് ആ കമ്പ്യൂട്ടറിൻ്റെ ഡാറ്റ അതിൻ്റെ അഡ്രസ്സും ഈ ടോക്കണുമായിട്ട് മാച്ച് ആവും. അപ്പോൾ അവിടത്തേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ആവും. ഓക്കെ, ആ ടോക്കൺ തിരിച്ച് സെൻറ്ററിനടുത്ത് എത്തും. അപ്പോൾ അതിനനുസരിച്ച് ആ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും. അതാണ് ടോക്കൺ റിംഗ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം. ഓക്കെ, അതൊക്കെ വർക്ക് ചെയ്യുന്നത് നെറ്റ്വർക്ക് ആക്സസ് ലെയറിലാണ്, ഏറ്റവും താഴെയുള്ള ലെയറിലാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തുള്ള ഡിവൈസുകളെ പറ്റി പഠിച്ചു. ഹബ്ബുകൾ, കേബിള്, കണക്ടർ, പിന്നെ റിപ്പീറ്റർ. റിപ്പീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സിഗ്നലിനെ ജസ്റ്റ് ഒന്ന് അനലോഗ് റിപ്പീറ്റർ ആണെങ്കിൽ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യും. ഡിജിറ്റൽ റിപ്പീറ്റർ ആണെന്നുണ്ടെങ്കിൽ സിഗ്നലിനെ റീപ്രൊഡ്യൂസ് ചെയ്യും. അതാണ് റിപ്പീറ്റേഴ്സിൻ്റെ പ്രത്യേകത. പിന്നെ ഇൻ്റർനെറ്റ് ലെയറിൽ നമ്മൾ പഠിച്ചു, അത് അവിടെയാണ് എന്താണ്, നെറ്റ്വർക്ക് കണക്ഷൻ ശരിക്ക് വരുന്നത് അല്ലേ, ഡാറ്റ കറക്റ്റായിട്ട് സെൻഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നെറ്റ്വർക്ക് ലെയറിലാണ്. കറക്റ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ കറക്റ്റ് ഡെലിവറി. ഓക്കെ, ആ ഒരു ഡാറ്റ കറക്റ്റായിട്ട് ഡെലിവർ ആവുന്നുണ്ടെന്നുള്ളത് വെരിഫൈ ചെയ്യുന്നതൊക്കെ നെറ്റ്വർക്കിൽ ഇൻ്റർനെറ്റ് ലെയറാണ്. അതിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് IP പ്രോട്ടോക്കോള്. പിന്നെ ARP പ്രോട്ടോക്കോള്, ICMP പ്രോട്ടോക്കോള്, അങ്ങനെയുള്ള പ്രോട്ടോക്കോൾ. അതൊക്കെ എന്താണ്, ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് വെരിഫൈ ചെയ്യാനും എറർ കൺട്രോൾ ചെക്ക് ചെയ്യാനും വേണ്ടിയിട്ടുള്ള പ്രോട്ടോക്കോൾസാണ് ARP പ്രോട്ടോക്കോളും ICMP പ്രോട്ടോക്കോളൊക്കെ. ICMP എന്ന് പറയുന്നത് ഈ എറർ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എററിനെ സെൻഡറിന് ഇൻഫോം ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഒരു എറർ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം എന്താണ്
ICMP പ്രോട്ടോക്കോൾ വഴി സെൻഡർക്ക് ഇൻഫോം ചെയ്യും. ARP എന്ന് പറയുന്നത് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോള്. അപ്പോൾ ഓരോ ഡെസ്റ്റിനേഷനിലും വന്നതിന് ശേഷം എന്താണ് ഒരു ARP റിക്വസ്റ്റ്, ആ ഒരു ഡെസ്റ്റിനേഷൻ ഡാറ്റ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കേപ്പബിൾ ആണോ, അതാണോ കറക്റ്റ് ഡെസ്റ്റിനേഷൻ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നതാണ് ARP റിക്വസ്റ്റ്. ARP റിപ്ലൈ എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ARP റിപ്ലൈ പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പഠിച്ചു, പിന്നെ IP പ്രോട്ടോക്കോളിൻ്റെ ഫങ്ഷൻസ് ആണ് IP അഡ്രസ്സിങ്. ഓക്കെ, IP അഡ്രസ് എന്ന് പറയുന്നത് മാത്രമല്ല IP പ്രോട്ടോക്കോള്. IP പ്രോട്ടോക്കോളിൻ്റെ ഒരു ഭാഗമാണ് IP അഡ്രസ്സിങ്. അതായത് IP പ്രോട്ടോക്കോളിൻ്റെ ഫങ്ഷനിൽ പെടുന്ന ഒരു ഫങ്ഷനാണ്. പിന്നെ ഹോസ്റ്റ് ടു ഹോസ്റ്റ് കമ്മ്യൂണിക്കേഷൻ, കറക്റ്റ് പാത്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ IP പ്രോട്ടോക്കോളാണ്. പിന്നെ ഡാറ്റ എൻകാപ്സുലേഷൻ ആൻഡ് ഫോർമാറ്റിംഗ്, പിന്നെ ചെറിയ സെഗ്മെൻറ്റുകളാക്കിയിട്ട് മാറ്റിയിട്ട് അതിനകത്ത് IP അഡ്രസ്സും അതുപോലെ തന്നെ മേക്ക് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത്, പിന്നെ എറർ കൺട്രോൾ ആഡ് ചെയ്യുന്നത്, അതൊക്കെയാണ് IP പ്രോട്ടോക്കോളിൻ്റെ ഫങ്ഷൻസ്. പിന്നെ അതാണ് ഫ്രാഗ്മെൻറ്റേഷൻ ആൻഡ് റീഅസംബ്ലി. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഡാറ്റ സെഗ്മെൻറ്റേഷൻ്റെ ടൈമിൽ എന്താണ് ഒരു മാക്സിമം ട്രാൻസ്മിഷൻ യൂണിറ്റ് അല്ലേ, ഒരു സൈസിന് ഒരു ലിമിറ്റ് ഉണ്ട്. പാക്കേജ് സെഗ്മെൻ്റ് ആക്കുമ്പോൾ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് അനുസരിച്ച് അതിൽ കൂടുതലാണെങ്കിൽ, ആ ലിമിറ്റിൽ കൂടുതലാണെങ്കിൽ എന്താണ് ആ ഡാറ്റ സെഗ്മെൻറ്റിനെ വീണ്ടും സ്മോളർ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യും. അതാണ് MTU, മാക്സിമം ട്രാൻസ്ഫർ യൂണിറ്റ്, മാക്സിമം ട്രാൻസ്മിഷൻ യൂണിറ്റ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് പ്രോട്ടോക്കോൾ എന്ത് ചെയ്യണത്, ഡാറ്റ സെഗ്മെൻറ്റേഷൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ഓർഡർ നമ്മൾ പറഞ്ഞു, ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ ഒരു സീക്വൻഷ്യൽ ഓർഡറിലാണ് സെൻഡ് ചെയ്യുന്നത്. ആ സെൻഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് അതേ രീതിയിൽ റിസീവർ സൈഡിൽ ആ സെഗ്മെൻറ്റ്സിനെ വീണ്ടും റീഅസംബിൾ ചെയ്തിട്ട് ഒറിജിനൽ ഡാറ്റ ആക്കിയിട്ട് മാറ്റുന്നത്. പിന്നെ റൗട്ടിംഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ഡാറ്റ ട്രാൻസ്പോർട്ട് ചെയ്യുക, ഡാറ്റ എന്താണ് എത്തിക്കുക എന്നുള്ളതാണ് റൗട്ടിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. IP ഡാറ്റാഗ്രാം സെൻഡ് ഓവർ ദ സെയിം ലോജിക്കൽ നെറ്റ്വർക്ക് സച്ച് ആസ് LAN, MAN ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ഡയറക്റ്റ് ഡെലിവറി. അതായത് ഒരു നെറ്റ്വർക്കിനകത്ത് തന്നെ, അതായത് ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, അങ്ങനെയുള്ള നെറ്റ്വർക്കിനെ ഇൻസൈഡായിട്ട് ഡാറ്റ സെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിന് ഡയറക്റ്റ് ഡെലിവറി എന്ന് പറയും. ഓക്കെ, അല്ലാതെ ഒരു റിമോട്ട് ഡെസ്റ്റിനേഷനിലേക്ക്, ഒരു ദൂരത്തിലുള്ള ഒരു ഡെസ്റ്റിനേഷനിലേക്ക്, അതായത് വേറൊരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഈ ഡിഫറെൻ്റ് കൺട്രി അങ്ങനെയുള്ള ഒരു ലെവലിലേക്കൊക്കെ ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ അതാണ് ഇൻഡയറക്റ്റ് ആയിട്ടാണ് അത് സെൻഡ് ചെയ്യുക. ഇൻഡയറക്റ്റ് ഡെലിവറി എന്ന് പറയുക, അതായത് ഡയറക്റ്റ് ഡെലിവറി അല്ല. അങ്ങനെയുള്ള ഇൻഡയറക്റ്റ് ഡെലിവറി ഒക്കെ അക്കംപ്ലിഷ് ചെയ്യുന്നതിനാണ് റൗട്ടിംഗ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു റൗട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്കിനകത്തുള്ള ഡാറ്റ ആ നെറ്റ്വർക്കിന് പുറത്തോട്ട്, അതായത് ഇൻ്റർനെറ്റ് പോലുള്ള എന്താണ് പബ്ലിക് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യുകയും അവിടുന്ന് ഡാറ്റ റിസീവ് ചെയ്യുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൗട്ടിംഗ് അല്ലെങ്കിൽ അതായത് റൗട്ടറൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ARP പ്രോട്ടോക്കോളും ICMP പ്രോട്ടോക്കോളും നമ്മൾ പറഞ്ഞു. ARP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡാറ്റ സെൻഡ് ചെയ്യുന്ന ഡാറ്റ റിസീവ് ചെയ്യാൻ റിസീവർ റെഡി ആണോ, അത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്നല്ലേ. എവറി ഡിവൈസ് അറ്റാച്ച്ഡ് ടു ദ നെറ്റ്വർക്ക് വിൽ ആക്സെപ്റ്റ് ARP റിക്വസ്റ്റ് ആൻഡ് പ്രോസസ് ദ റിക്വസ്റ്റ്.
എല്ലാ കമ്പ്യൂട്ടറും, നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറും ARP റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്യും. ബട്ട് ഓൺലി റെസിപ്പിയൻറ്റ് റെക്കഗ്നൈസ് ദ IP അഡ്രസ് ആൻഡ് സെൻഡ് ബാക്ക് ദ ഫിസിക്കൽ അഡ്രസ് ഇൻ ദ ഫോം ഓഫ് ARP റിപ്ലൈ. അപ്പോൾ ആ ഒരു കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്സ് ഡിറ്റക്റ്റ് ചെയ്തതിന് ശേഷം, ഏത് കമ്പ്യൂട്ടറിലേക്കാണ് നമ്മൾ ഡാറ്റ അയച്ചത്, ആ കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്സ് എന്താണ് ARP റിക്വസ്റ്റ് വഴി അത് ഡിറ്റക്റ്റ് ചെയ്യും. അതിനുശേഷം ആ കമ്പ്യൂട്ടറിൻ്റെ MAC അഡ്രസ്സ് എന്താണ് സെൻഡ് ചെയ്യും സെൻഡർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, സെൻഡ് ബാക്ക് ഇറ്റ്സ് ഫിസിക്കൽ അഡ്രസ് ഇൻ ദ ഫോം ഓഫ് ARP റിപ്ലൈ. ആ ഒരു ഫിസിക്കൽ അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന്, അതായത് സെൻഡർക്ക് അറിയാം ഡെസ്റ്റിനേഷൻ ഡിവൈസ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അല്ലേ, ആ ഒരു ഡാറ്റ റിട്ടേൺ വന്നപ്പോൾ. അപ്പോൾ the recipient adds the physical address both to its cache memory and datagram header. പിന്നെ ICMP പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോക്കോൾ. അതാണ് ICMP എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് is a mechanism used the host or router to send a notification regarding datagram problems. എറർ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എറർ കൺട്രോളിന് വേണ്ടിയിട്ടാണ് ഈ ICMP പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. ഈ നെറ്റ്വർക്ക് ഡാറ്റ ട്രാൻസ്മിഷൻ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു റൗട്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ഷനിൽ ഡാറ്റ ഡെലിവറി ഫെയിൽ ആവുകയാണെങ്കിൽ, അതായത് ഇഫ് എ റൗട്ടർ ഈസ് അണേബിൾ ടു റൗട്ട് ദ ഡാറ്റ ബിക്കോസ് ഓഫ് സം അൺയൂഷ്വൽ കണ്ടീഷൻ സച്ച് ആസ് ഡിസേബിൾഡ് ലിങ്ക്, a device not working, അതായത് device on fire, network congestion, then ICMP protocol is used to inform the sender that the datagram is undeliverable. അതായത് ഒരു ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ ആ സെൻഡ് ചെയ്യുന്ന ഡാറ്റ റിസീവർക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ICMP പ്രോട്ടോക്കോൾ ഒരു മെസ്സേജ് അയക്കും സെൻഡർക്ക്, ഡാറ്റ ഡെലിവറബിൾ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും ഡാറ്റ എന്താണ് ICMP പ്രോട്ടോക്കോളിൻ്റെ ഫങ്ഷൻ ഉള്ളൂ. ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിൻ്റെ കറക്ഷൻ ഒന്നും ഈ ICMP പ്രോട്ടോക്കോളിൻ്റെ ഭാഗമല്ല. The core responsibility of the ICMP protocol is to report the problems, not correct them. അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ICMP പ്രോട്ടോക്കോളിൻ്റെ ഒരു ഭാഗമല്ല. റെസ്പോൺസിബിലിറ്റി ഓഫ് കറക്ഷൻ ലൈസ് വിത്ത് ദ സെൻഡർ. സെൻഡ് ചെയ്ത ആ ഒരു ഡിവൈസിനാണ് ഡാറ്റ വീണ്ടും റീസെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ആ കറക്ഷൻ നടത്താനുള്ള റെസ്പോൺസിബിലിറ്റി. ICMP can send മെസ്സേജ് ടു ദ സോഴ്സ്. കാരണം ഇൻ ബിറ്റ്വീനായിട്ട് കിടക്കുന്ന റൗട്ടറിൻ്റെ ഒന്നും അഡ്രസ് ആയിരിക്കില്ല ഈ ഡാറ്റ പാക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സെൻഡറിൻ്റെയും റിസീവറിൻ്റെയും അഡ്രസ് ആയിരിക്കും ഈ ഡാറ്റാഗ്രാമിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡാറ്റ മിസ്സിങ് ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് സെൻഡർക്കായിരിക്കും. അതായത് ഇൻ ബിറ്റ്വീനായിട്ടുള്ള റൗട്ടറിലല്ല ഈ ഡാറ്റ ഡെലിവർ ആവുന്നത്. ഓക്കെ, പിന്നെ എക്സാമ്പിള് നമ്മൾ പറഞ്ഞു, ഇൻ്റർനെറ്റ് ലെയറിനകത്ത് യൂസ് ചെയ്യുന്നത് റൗട്ടറും ബ്രൗട്ടറും ആണ്. പിന്നെ ട്രാൻസ്പോർട്ട് ലെയർ, അതാണ് നമുക്ക് പഠിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞത്. ട്രാൻസ്പോർട്ട് ലെയറും ആപ്ലിക്കേഷൻ ലെയറാണ് ഇനി വരാനുള്ളത്. ഓക്കെ, അപ്പോൾ ട്രാൻസ്പോർട്ട് ലെയറിനകത്ത് എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ റിലയബിലിറ്റി, ഫ്ലോ കൺട്രോൾ ആൻഡ് കറക്ഷൻ ഓഫ് ഡാറ്റ വിച്ച് ഈസ് ബീങ് സെൻഡ് ഓവർ ദ നെറ്റ്വർക്ക്. ഓക്കെ, ഒരു ഡാറ്റ സെൻഡ് ചെയ്തിട്ട് അത് എന്താണ് റിലയബിളായിട്ട് അത് ഡാറ്റ സെൻഡ് ചെയ്തു എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നത് ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഫങ്ഷനാണ്. ഓക്കെ, ഡാറ്റ മിസ്സിങ് ഇല്ലാതെ റീസെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വേറെ റൂട്ടിൽ ഡാറ്റ ഡെലിവർ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് ലെയറാണ്. റിലയബിലിറ്റി, ഫ്ലോ കൺട്രോൾ ആൻഡ് കറക്ഷൻ ഓഫ് ഡാറ്റ. The two protocols used in transport layer are user datagram protocol
ആൻഡ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. UDP എന്നുള്ളത് നമ്മൾ നേരത്തെ OSI മോഡലിൽ നമ്മൾ പഠിച്ചതാണ്. യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോള്. അത് എന്താണ്? ഒരു കണക്ഷൻ ലെസ് സർവീസ് ആണ് അല്ലേ? എൻഡ് ടു എൻഡ് ഡെലിവറി ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അൺറിലയബിൾ പ്രോട്ടോകോളാണ് അല്ലേ? അത് ഡാറ്റ ഡെലിവേർഡ് ആയോ ഇല്ലയോ എന്നുള്ളത് ഇതിന് ബാധകമല്ല. അത് ജസ്റ്റ് ഡാറ്റ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. UDP എന്ന് പറയുന്നത് ജസ്റ്റ് ഡാറ്റ അക്നോളജ്മെൻറ്റ് റിസീവ് ചെയ്യാതെ ഡാറ്റ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ ഡിസ്കവേഴ്സ് ദ എറർ ആൻഡ് ICMP പ്രോട്ടോകോൾ റിപ്പോർട്ട് ദ എറർ ടു ദ സെൻഡർ ദാറ്റ് യൂസർ ഡാറ്റാഗ്രാം ഹാസ് ബീൻ ഡാമേജ്ഡ്. അപ്പോൾ ഇതിനകത്ത് ARP ഡിറ്റക്ട് ചെയ്യുന്ന എററും അതുപോലെ തന്നെ UDP യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോള് ഡിറ്റക്ട് ചെയ്യുന്ന എററും സെൻഡറിനെ അറിയിക്കുന്നത് ഈ ഇൻ്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോകോളാണ്, ICMP ആണ്. ഓക്കെ, ആ ഒരു എറർ കൺട്രോളിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ആയതുകൊണ്ട് തന്നെ ഇതാണ് എല്ലാ എറർ കൺട്രോളിനകത്തും യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു CRC സിലിണ്ടറിക്കൽ റിഡൻഡൻസി ചെക്ക് അല്ലേ, അതും ഇതിൻ്റെ ഭാഗമാണ്. പിന്നെ UDPയുടെ യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോളിൻ്റെ ഭാഗങ്ങൾ, അതിനകത്ത് വരുന്ന ഹെഡർ ഉണ്ടല്ലോ, UDPൻ്റെ ഹെഡറിനകത്ത് വരുന്നത് സോഴ്സ് പോർട്ട് അഡ്രസ്സ് അവൈലബിൾ ആയിരിക്കും. ഏത് പോർട്ടിൽ നിന്നാണോ ഡാറ്റ വന്നിട്ടുള്ളത് എന്നുള്ള ആ ഒരു കാര്യം UDP ആ ഒരു ഡാറ്റേൻ്റെ ഹെഡറിനകത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ പോർട്ട് അഡ്രസ്സ്, ഇത് പോർട്ട് അഡ്രസ്സാണ് കേട്ടോ, IP അഡ്രസ്സ് അല്ല. പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആപ്ലിക്കേഷനും അല്ലെങ്കിൽ ഓരോ സോഫ്റ്റ്വെയറിനും ഓരോ പോർട്ട് അഡ്രസ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഓരോ സർവീസിനും ഓരോ പോർട്ട് ഉണ്ടാവും. കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ എന്താണ് ആൻറ്റിവൈറസ് അല്ലെങ്കിൽ ഫയർവാളൊക്കെ വെച്ചിട്ട് നമ്മൾ പോർട്ടുകളാണ് ബ്ലോക്ക് ചെയ്യുന്നത്. ഈ പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മെയിൻ ഗേറ്റ് പോലെയാണ്. ഒരു കമ്പ്യൂട്ടറിനകത്തോട്ട് ഡാറ്റ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വഴി എന്തെങ്കിലും ഒരു സിഗ്നൽ അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരുമ്പോൾ ഈ പോർട്ട് വഴിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പോർട്ട് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷന് അതിനകത്തോട്ട് ഡാറ്റ ട്രാൻസ്ഫർ കിട്ടില്ല. ഇപ്പോൾ ഫയർവാൾ വഴി നമ്മൾ ചില സമയത്ത് ഏതെങ്കിലും ആപ്ലിക്കേഷനൊക്കെ ക്രാക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ്റെ ഫയർവാൾ യൂസ് ചെയ്തിട്ട് ആ ആപ്ലിക്കേഷൻ ബ്ലോക്ക് ചെയ്യും. അതിനകത്ത് ഇൻ്റർനെറ്റ് വേണ്ടാന്ന്. അപ്പോൾ അതിൻ്റെ പോർട്ട് നമ്പറാണ് ബ്ലോക്ക് ചെയ്യുന്നത്, പോർട്ട് അഡ്രസ്സാണ് ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷനകത്ത് എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ അതിൻ്റെ ഒറിജിനൽ വെബ്സൈറ്റിൽ ഇവർക്ക് അറിയാൻ പറ്റില്ല എന്ത് ഈ ഒരു സോഫ്റ്റ്വെയർ ക്രാക്കായിട്ട് ആണ് യൂസ് ചെയ്യുന്നത്, ഒറിജിനൽ അല്ല എന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഔട്ട്ലുക്കിനകത്തൊക്കെ കുറേ പോർട്ടുകൾ വരുന്നുണ്ട്, മെസ്സേജ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനൊക്കെ കുറേ പോർട്ടുകൾ വരുന്നുണ്ട്. പോർട്ട് നമ്പർ 80, പോർട്ട് നമ്പർ 430, അങ്ങനെ പല നമ്പറുണ്ട്, 992. അതൊക്കെ മെസ്സേജ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനൊക്കെ ആയിട്ട് ഓരോ പോർട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പോർട്ട് അഡ്രസ്സാണ് UDPനകത്ത് ഉള്ളത്. സോഴ്സ് പോർട്ട് അഡ്രസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷനാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ദ സോഴ്സ് പോർട്ട് അഡ്രസ് ഈസ് ദ അഡ്രസ് ഓഫ് ദ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ദാറ്റ് ഹാസ് ക്രിയേറ്റഡ് ദ മെസ്സേജ്. ഇപ്പോൾ നമ്മൾ ഒരു ഇമെയിൽ സെൻഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ Gmail അല്ലെങ്കിൽ ഔട്ട്ലുക്ക് വഴി സെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഔട്ട്ലുക്കിൻ്റെ പോർട്ട് അഡ്രസ്സാണ് ഈ UDPനകത്ത് ഉണ്ടാവുക. ഓക്കെ, ഏത് ആപ്ലിക്കേഷനാണോ സെൻഡ് ചെയ്യുന്നത്, ഡാറ്റ ക്രിയേറ്റ് ചെയ്തത്, അതിൻ്റെ പോർട്ട് അഡ്രസ്സ്. ഓക്കെ, അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ പോർട്ട് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഏത് ഡെസ്റ്റിനേഷനിലുള്ള ഏത് ആപ്ലിക്കേഷനാണോ ഈ സോഫ്റ്റ്വെയർ, അതായത് ഈ ഒരു ഡാറ്റ പോയിട്ട് ഡെലിവർ ആവുന്നത്, ആ ഒരു ആപ്ലിക്കേഷൻ്റെ പോർട്ട് അഡ്രസ്സാണ് ഡെസ്റ്റിനേഷൻ പോർട്ട് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ടോട്ടൽ
ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡാറ്റയുടെ ടോട്ടൽ ബൈറ്റ്, എത്ര ബൈറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ സൈസ്, അതാണ് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ബൈനറി ഡാറ്റ ആയിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അതിനകത്ത് എത്ര ബൈറ്റ്സ് അവൈലബിൾ ആണ് എന്ന കാര്യമാണ് ഈ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെ ടോട്ടൽ ലെങ്ത് ഒക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റയുടെ ടോട്ടൽ ലെങ്ത്, ഇപ്പോൾ ആ കവർ ഇപ്പോൾ ഒരു മെസ്സേജ് ആയിട്ട് കണക്കാക്കുക, ഒരു കൊറിയർ ആയിട്ട് കണക്കാക്കുക. അപ്പോൾ സെൻഡ് ചെയ്യുന്ന സാധനങ്ങളുടെ വെയിറ്റും അതുപോലെ തന്നെ എന്തൊക്കെ കമ്പോണൻസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടൻസ് എന്നുള്ളത് ആ പാക്കേജിന് മുകളിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അത് ഡെലിവർ ആയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിനകത്ത് ഇത്ര വെയിറ്റ്, അതിനകത്ത് വെയിറ്റ് കുറവുണ്ടെങ്കിൽ നമ്മൾ പാക്കേജ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാൻ പറ്റും എന്താണ് ഡാറ്റ ഈസ് മിസ്സിങ് അല്ലെങ്കിൽ ഐറ്റം ഈസ് മിസ്സിങ്. അല്ലെങ്കിൽ ഡാറ്റ ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷമാണെങ്കിൽ നമ്പർ ഓഫ് ഐറ്റംസ് കുറവുണ്ടെങ്കിൽ നമുക്ക് ആ പാക്കേജിൻ്റെ മുകളിലുള്ള ലെങ്ത്തും അകത്തുള്ള ഡാറ്റയും കമ്പയർ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും അല്ലേ ഡാറ്റ മിസ്സിങ് അല്ലെങ്കിൽ ഐറ്റം മിസ്സിങ് ആണെന്നുള്ളത്. അപ്പോൾ അതുപോലെയാണ് ഈ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. സെൻഡ് ചെയ്യുന്ന ഡാറ്റയുടെ നമ്പർ ഓഫ് ബിറ്റ്സ്, എത്ര ബിറ്റ്സ് ഉണ്ടെന്നുള്ളത് ആ ഒരു ഹെഡറിനകത്ത് ഉണ്ടാവും. അത് റിസീവ് ചെയ്യുന്ന സമയത്ത് ആദ്യം എന്താണ് റിസീവർ സൈഡിൽ ഹെഡറാണ് ചെക്ക് ചെയ്യുക. അപ്പോൾ സെൻഡ് ചെയ്ത ഹെഡറിനകത്ത് എത്ര ബിറ്റ്സ് ഉണ്ട് എന്നുള്ളത് നോക്കും. അതുപോലെ തന്നെ റിസീവ് ആയത് എത്ര ബിറ്റ്സ് ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യും. അപ്പോൾ അത് മിസ്മാച്ചിങ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ICMP പ്രോട്ടോക്കോൾ വഴി സെൻഡറിനൊരു റിപ്ലൈ കൊടുക്കും, ഡാറ്റ പ്രോപ്പറായിട്ട് റിസീവ് ആയിട്ടില്ല എന്ന്. ചെക്സം ഈസ് എ 16-bit ഫീൽഡ് യൂസ്ഡ് ഇൻ എറർ ഡിറ്റക്ഷൻ. അത് ഞാൻ നേരത്തെ പറഞ്ഞ ടോട്ടൽ ലെങ്ത്തുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഈ ചെക്സം ഒക്കെ വർക്ക് ചെയ്യുന്നത്. UDP ഡസ് നോട്ട് സ്പെസിഫൈ വിച്ച് പാക്കറ്റ് ഈസ് ലോസ്റ്റ്. UDP contains only checksum. It does not contain any ID of data segment. അതായത് UDPനകത്ത് ഈ ടോട്ടൽ ലെങ്ത്തും അതുപോലെ തന്നെ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു മിസ്മാച്ചിൻ്റെ ആ ഒരു ഇൻഫർമേഷനും മാത്രമായിരിക്കും UDPനകത്ത് ഉണ്ടാവുക. അതിനകത്ത് ഏത് ഡാറ്റയാണ് മിസ്സിങ് അങ്ങനെയുള്ള ഒരു ഇൻഫർമേഷൻ അതിനകത്ത് ഉണ്ടാവില്ല, UDPനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഡാറ്റ വാലിഡ് അല്ല എന്നുള്ള ഒരു മെസ്സേജ് മാത്രമേ UDP സെൻഡ് ചെയ്യുന്നുള്ളൂ. ഡാറ്റ കറക്ഷൻ ടൈമിൽ ഡാറ്റ വാലിഡ് അല്ല എന്നുള്ള ഒരു മെസ്സേജ് മാത്രമേ ICMP വഴി സെൻഡ് ചെയ്യുന്നുള്ളൂ. സം ഓഫ് ദ ട്രാൻസ്പോർട്ട് ലെയർ ഡിവൈസ്, ട്രാൻസ്പോർട്ട് ലെയറിൽ യൂസ് ചെയ്യുന്ന ഡിവൈസുകളാണ് ഗേറ്റ് വേ, അതുപോലെ തന്നെ ഫയർവാള്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ് പോർട്ട് അഡ്രസ്സ് അല്ലേ, ഓരോ പോർട്ടും ബ്ലോക്ക് ചെയ്തിട്ടും ഒക്കെയാണ് ഈ ഫയർവാൾ വർക്ക് ചെയ്യുന്നത്. ഗേറ്റ് വേ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് എ ഗേറ്റ് വേ ഈസ് എ കമ്പോണൻറ്റ് ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ടു നെറ്റ്വർക്ക് വിച്ച് യൂസ് ഡിഫറെൻറ്റ് പ്രോട്ടോകോൾ. അപ്പോൾ രണ്ട് രീതിയിലുള്ള തികച്ചും വ്യത്യസ്തമായ രണ്ട് രീതിയിലുള്ള രണ്ട് നെറ്റ്വർക്ക്, അതായത് ഒരു നെറ്റ്വർക്കിൽ നിന്ന് മറ്റൊരു നെറ്റ്വർക്കിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. രണ്ടും വ്യത്യസ്തമായ രീതിയിലുള്ള പ്രോട്ടോകോൾസോ അല്ലെങ്കിൽ കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ രണ്ട് നെറ്റ്വർക്കിലും ഉള്ള കമ്പ്യൂട്ടറുകൾക്ക് സാധിക്കില്ല. ദ ഗേറ്റ് വേ ഈസ് എ പ്രോട്ടോകോൾ കൺവേർട്ടർ വിച്ച് വിൽ ട്രാൻസ്ലേറ്റ് വൺ പ്രോട്ടോകോൾ ഇൻ ടു അനദർ. അപ്പോൾ ഈ രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്കിന് ഇടയ്ക്ക് ഒരു ഗേറ്റ് വേ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ രണ്ട് നെറ്റ്വർക്ക്, രണ്ട് സൈഡിലുള്ള ഡിഫറെൻറ്റ് നെറ്റ്വർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഈ ഒരു ഗേറ്റ് വേ ഒരു ഇൻ്റർമീഡിയറ്റ് എന്താണ് ട്രാൻസ്ലേറ്ററായിട്ട് വർക്ക് ചെയ്യും. ഒരു ഫയല് ഇപ്പോൾ ആദ്യത്തെ നെറ്റ്വർക്കിനകത്തു നിന്നുള്ള ഒരു കമ്പ്യൂട്ടറിന് ഒരു ഡാറ്റ രണ്ടാമത്തെ നെറ്റ്വർക്കിലേക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും ഈ ഗേറ്റ് വേ ഉണ്ടെങ്കിൽ. പിന്നെ ഫയർവാള് എന്ന് പറഞ്ഞാൽ അത് ഫിസിക്കലായിട്ടുള്ള ഡിവൈസും ഉണ്ട്, സോഫ്റ്റ്വെയറും ഉണ്ട്. ഓക്കെ, എ ഫയർവാൾ ഈസ് എ
system designed to prevent unauthorized access or from a private network. Some of the functionalities of firewall are packet filtering and as a proxy server. ഇപ്പോൾ ഫയർവാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിമാൻഡ് ചെയ്ത ഡാറ്റ അല്ലെങ്കിൽ നമ്മൾ റിസീവ് ചെയ്യുന്ന അല്ലെങ്കിൽ സെൻഡ് ചെയ്യുന്ന ഒരു ഡാറ്റ അത് മാത്രമേ നമുക്ക് ആ നെറ്റ്വർക്കിൽ ആവശ്യമുള്ളൂ. അല്ലാതെ അതിന് പകരം അൺവാണ്ടഡ് ആയിട്ടുള്ള ഡാറ്റ കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫയർവാൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിനകത്ത് എന്തെങ്കിലും ഒരു മെസ്സേജ് വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ നമുക്ക് റിസീവ് ചെയ്യാനുണ്ട്. അതിൻ്റെ കൂടെ ഈ ഫയർവാൾ ശരിക്കും വർക്ക് ചെയ്തെന്നില്ല എന്നുണ്ടെങ്കിൽ കൂടെ വൈറസുകൾ കയറി വരും. ഓക്കെ, മാൽവെയറുകൾ കയറി വരും, ആഡ്വെയറുകൾ, പലതരം അഡ്വർടൈസ്മെൻറ്റുകൾ കയറി വരും. ചില സിസ്റ്റങ്ങൾ, ചില കമ്പ്യൂട്ടറൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവും, ഗൂഗിൾ തുറക്കുമ്പോൾ ഗൂഗിൾ ആയിരിക്കില്ല വരിക, അതിന് പകരം വേറെ എന്തെങ്കിലും പരസ്യങ്ങൾ ചേർന്നിട്ടുള്ള ഗൂഗിൾ പോലെയുള്ള വേറെ എന്തെങ്കിലും വെബ്സൈറ്റൊക്കെ ആയിരിക്കും കയറി വരുന്നത്. അപ്പോൾ അതൊക്കെ ഫയർവാൾ കറക്റ്റ് വർക്ക് ചെയ്യാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. വിൻഡോസിൻ്റെ ഫയർവാൾ വർക്ക് ചെയ്യാതെ എന്താണ് സിസ്റ്റത്തിനകത്തോട്ട് ആഡ്വെയർ അല്ലെങ്കിൽ മാൽവെയർ കയറി സിസ്റ്റത്തിനെ കറപ്റ്റ് ആക്കുന്നതാണ്. ഓക്കെ, അത് പ്രോപ്പർ ഫങ്ഷനിങ് ആയിട്ടുള്ള സിസ്റ്റം അല്ല. പിന്നെ നമുക്ക് പഠിക്കേണ്ടത് UDP കഴിഞ്ഞാൽ TCP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, അതാണ് പിന്നെ ഈ ഒരു ലെയറിനകത്ത് വരുന്നത്. ഓക്കെ, transmission control protocol it provides a full transport layer service to the application. Transport ലെയറിൽ വേണ്ട മെയിൻ ആയിട്ടുള്ള സർവീസ് കൊടുക്കുന്നത് ഈ TCP എന്ന ഒരു പ്രോട്ടോക്കോളാണ്, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ. അതാണ് ഈ ട്രാൻസ്പോർട്ട് ലെയറിനകത്ത് ഏറ്റവും മെയിനായിട്ട് വരുന്നത്. UDPയും TCPയും. TCPനകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, എന്താണ് അത് റിലയബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. അതായത് ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് വെരിഫൈ ചെയ്തതിന് ശേഷമാണ് TCP മെത്തേഡിനകത്ത് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. ഇറ്റ് ക്രിയേറ്റ് എ വിർച്വൽ സർക്യൂട്ട് ബിറ്റ്വീൻ ദ സെൻഡർ ആൻഡ് റിസീവർ ആൻഡ് ഇറ്റ് ഈസ് ആക്റ്റീവ് ഫോർ ദ ഡ്യൂറേഷൻ ഓഫ് ട്രാൻസ്മിഷൻ. അപ്പോൾ സെൻഡറും റിസീവറും തമ്മിൽ ഒരു വിർച്വൽ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡാറ്റ റിസീവ് ആയി കഴിഞ്ഞു, അതിനുശേഷം അതിൻ്റെ അക്നോളജ്മെൻറ്റ് കിട്ടിയതിന് ശേഷം മാത്രമാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ലൈന് ടെർമിനേറ്റ് ആവുന്നത്. TCP is a reliable protocol as it detects the error and retransmit the damaged frames. Therefore, it ensures all the segment must be received and acknowledged before the transmission is considered to be completed and virtual circuit is discarded. അത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇപ്പോൾ റിലയബിൾ ആണെന്ന് പറയാൻ കാരണം അതിൻ്റെ എറർ കറക്ഷനാണ്. TCP പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ട് സെൻഡ് ചെയ്യുന്ന ഒരു ഡാറ്റ അത് റിസീവർക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് റിസീവർ ഒരു അക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്യും. അതായത് എനിക്ക് ഡാറ്റ കിട്ടി, കംപ്ലീറ്റ് ആയിട്ട് കിട്ടി, ഒരു എററും ഇല്ലാതെ കിട്ടി എന്നുള്ള ഒരു അക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്യും സെൻഡർക്ക്. അത് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ സെൻഡറും റിസീവറും തമ്മിലുള്ള ഒരു കണക്ഷൻ ഡിസ്കണക്റ്റ് ആവുന്നുള്ളൂ. അപ്പോൾ അത്രയും ഡാറ്റ വെരിഫിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്. എന്തെങ്കിലും ഡാറ്റ എറർ അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നേരത്തെ
ഒരു സീക്വൻഷ്യൽ ഓർഡറിലാണ് വരുന്നത്. ആ ഒരു ഓർഡറിൽ നിന്ന് എവിടെയാണോ മിസ്സിങ് ഡാറ്റ അവിടുന്ന് വീണ്ടും റീട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, ഇതിൻ്റെ ഫങ്ഷൻസ് നമ്മൾ TCP/IP-യിലും പിന്നെ OSI മോഡലിലും പഠിച്ച ഓരോ ലെയറിൻ്റെയും ഫങ്ഷൻസ് അല്ലെങ്കിൽ ഓരോ ഡിവൈസിൻ്റെയും ഫങ്ഷൻസ് സെയിം ആണ്. പക്ഷെ എന്താണ്, TCP മോഡലിനകത്ത് എന്താണ്, ആദ്യത്തെ 3 ലെയറുകൾ ആപ്ലിക്കേഷൻ ലെയറും പ്രസൻറ്റേഷൻ ലെയറും സെഷൻ ലെയറും കൂടെ ഒരുമിച്ച് ഒരു ലെയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ഫങ്ഷൻസ് ആ ഒരു ലെയറിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ ലാസ്റ്റ് ലെയർ ആയിട്ടുള്ള 2 ലെയറില്ലേ, അതായത് ഫിസിക്കൽ ലെയറും ഡാറ്റ ലിങ്ക് ലെയറും, അത് രണ്ടും ചേർത്താണ് നമ്മളെ നെറ്റ്വർക്ക് ആക്സസ് ലെയർ ക്രിയേറ്റ് ചെയ്ത്. അപ്പോൾ ഫങ്ഷൻസ് ഒക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ എന്താണ്, ആ ലെയറിലുള്ള നമ്പർ ഓഫ് ലെയേഴ്സിന് വ്യത്യാസമുണ്ട് നമ്മൾ പഠിക്കുന്ന ടൈമിൽ. പിന്നെ TCP-നകത്തുള്ള വേറെ ഒരു പോയിന്റ്, അറ്റ് ദ സെൻഡിങ് ആൻഡ് TCP ഡിവൈസസ് the whole message to the smaller units known as segment, and each segment contains sequence number which is required for reordering the frames to form an original message. അപ്പോൾ എന്താണ്, സെൻഡ് ചെയ്യുന്ന ഡാറ്റയ്ക്ക് ഒരു സീക്വൻസ് നമ്പറും അവൈലബിൾ ആണ് ഈ ഹെഡറിനകത്ത്. ഓക്കെ, അത് റിസീവ് ചെയ്യുന്ന സൈഡിൽ ഈ സീക്വൻസ് നമ്പർ നോക്കിയിട്ട് അതേ രീതിയിൽ ഡാറ്റ റീഅസംബിൾ ചെയ്യും. ആ ഒരു സീക്വൻസിൽ ഏതെങ്കിലും ഒന്ന് മിസ്സിങ് ഉണ്ടെങ്കിൽ ആണ് ആ ഡാറ്റ മിസ്സിങ് ഇല്ല ആണ് വീണ്ടും റീട്രാൻസ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ നമ്മൾ കുറേ പ്രാവശ്യം നോക്കിയതാണ് ഈ ഒരു ഭാഗങ്ങളൊക്കെ. അറ്റ് ദ റിസീവിങ് എൻഡ് TCP കളക്ട് ഓൾ ദ സെഗ്മെൻറ്റ്സ് ആൻഡ് റീഓർഡേഴ്സ് ബേസ്ഡ് ഓൺ ദ സീക്വൻസ് നമ്പർ. ഓക്കെ, അത് വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ഫങ്ഷൻസ്. ഓക്കെ, TCP/IP അല്ലെങ്കിൽ TCP ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഈ 2 മോഡലിൽ കൂടെ പഠിച്ചു. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് അത് റിപ്പീറ്റായി ഇങ്ങനെ പറയേണ്ടി വരുന്നത്. അപ്പോൾ ഇനി ആപ്ലിക്കേഷൻ ലെയർ ഈസ് ദ ടോപ്പ് മോസ്റ്റ് ലെയർ ഇൻ ദ TCP/IP മോഡൽ. അതാണ് ഏറ്റവും മുകളിലുള്ള ലെയർ. ഏറ്റവും താഴെയുള്ള ലെയർ ഏതാണ്? TCP/IP ലെയറിൽ ഏറ്റവും താഴെ വരുന്ന ലെയർ ഏതാണ്? ഫിസിക്കൽ ലെയർ. അത് OSI മോഡലിനകത്ത്. പിന്നെ TCP/IP മോഡലാണെങ്കിൽ ഏതാണ്? നെറ്റ്വർക്ക് ആക്സസ് ലെയർ. കറക്റ്റ്. അപ്പോൾ ആപ്ലിക്കേഷൻ ലെയർ ആണ് ഈ 2 മോഡലിന്, TCP/IP മോഡലായാലും OSI മോഡലായാലും ഏറ്റവും മുകൾ ഭാഗത്ത് വരുന്ന ലെയറാണ് ആപ്ലിക്കേഷൻ ലെയർ. TCP/IP മോഡലിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു 3 ലെയർ ചേർത്തിട്ടാണ് ആപ്ലിക്കേഷൻ ലെയർ ക്രിയേറ്റ് ചെയ്തത്. അതായത് ആപ്ലിക്കേഷൻ ലെയറും പ്രസൻറ്റേഷൻ ലെയറും സെഷൻ ലെയറും. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹാൻഡിലിംഗ് ഹൈ ലെവൽ പ്രോട്ടോകോൾസ്, ഇഷ്യൂസ് ഓഫ് റെപ്രസെൻറ്റേഷൻ. ദിസ് ലെയർ അലോസ് യൂസർ ടു ഇൻട്രാക്ട് വിത്ത് ആപ്ലിക്കേഷൻ. അപ്പോൾ ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിളാണ്. അതിനകത്ത് നമ്മൾ ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ വെബ് ബ്രൗസർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ www എന്ന് പറഞ്ഞിട്ട് ആണ് നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നത്, അല്ലേ? വെബ്സൈറ്റുകൾ, അതുപോലെ തന്നെ ഇമെയിൽ, അതൊക്കെ ആപ്ലിക്കേഷൻ ലെയറിൽ വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളാണ്. അല്ലാതെ ഈ വെബ്സൈറ്റോ അല്ലെങ്കിൽ ഇമെയിൽ, ഗൂഗിൾ അതൊന്നും ആപ്ലിക്കേഷൻ ലെയർ അല്ല. പകരം ആപ്ലിക്കേഷൻ ലെയറിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ആയിട്ടുള്ള HTTP, പിന്നെ TCMP, പിന്നെ അങ്ങനെയുള്ള പ്രോട്ടോകോൾസുകൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസാണ് ആപ്ലിക്കേഷൻ ലെയറിൽ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നമ്മൾ ആ ഒരു സോഫ്റ്റ്വെയർ കൂടെ അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ആപ്ലിക്കേഷൻ ലെയറിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്.
ഓക്കെ, അതൊരു മീഡിയമാണ്. നമ്മളെ വെബ് ബ്രൗസറും ജിമെയിൽ അല്ലെങ്കിൽ ഗൂഗിള് അല്ലെങ്കിൽ ഏതെങ്കിലും ഔട്ട്ലുക്ക് അങ്ങനെയുള്ള അപ്ലിക്കേഷൻസൊക്കെ ഒരു മീഡിയേറ്ററാണ് നമുക്ക് ആപ്ലിക്കേഷൻ ലെയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, ദിസ് ലെയർ അലോസ് ദ യൂസർ ടു ഇൻറ്ററാക്ട് വിത്ത് ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റ് വെബ്സൈറ്റ് വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് അല്ല, ഇമെയിലുകളല്ല, ഏതെങ്കിലും മറ്റ് ഇൻ്റർനെറ്റായിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളും അല്ല. ഓക്കെ, എല്ലാ സോഫ്റ്റ്വെയറുകളും കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന എല്ലാ സോഫ്റ്റ്വെയറുകളും ആപ്ലിക്കേഷൻ ലെയറിൽ മാച്ച് ചെയ്യുന്നതായിരിക്കണം എന്നില്ല. ഓക്കെ, ചില ആപ്ലിക്കേഷൻസ് മാത്രമാണ് ഇത്തരം പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ആപ്ലിക്കേഷൻ ലെയറിൽ വേണ്ട പ്രോട്ടോകോൾ അനുസരിച്ച് വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളാണ് നമുക്ക് ഇൻ്റർനെറ്റായിട്ട് കമ്മ്യൂണിക്കേറ്റായി യൂസ് ചെയ്യുന്നത്. ഓക്കെ, when one application layer protocol wants to communicate with another application layer, it forwards the data into transport layer. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ ആപ്ലിക്കേഷൻ ലെയറിന് മറ്റൊരു കമ്പ്യൂട്ടറിൻ്റെ ആപ്ലിക്കേഷൻ ലെയറിലേക്ക് എന്തെങ്കിലും ഡാറ്റ സെൻഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഒരു മെയിൽ അയക്കുകയാണെങ്കിൽ ആ മെയില് ആദ്യം രണ്ട് കമ്പ്യൂട്ടറിൻ്റെയും ആപ്ലിക്കേഷൻ ലെയർ വഴി ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ഓക്കെ, പക്ഷെ ഡാറ്റ സെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ഡൗൺ ലെയർ ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് ലെയറിലേക്കായിരിക്കും. ഓക്കെ, ആദ്യം കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം ഡാറ്റ സെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ട്രാൻസ്പോർട്ട് ലെയർ, ഇൻ്റർനെറ്റ് ലെയർ, നെറ്റ്വർക്ക് ആക്സസ് ലെയർ, ആ ഒരു ഓർഡറിലാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. There are an ambiguity occurs. Ambiguity എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, there is a confusion occurs in the application layer. അതായത് എല്ലാ ആപ്ലിക്കേഷൻ ലെയറിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷനും ആപ്ലിക്കേഷൻ ലെയറിലാണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, എവറി ആപ്ലിക്കേഷൻ കനോട്ട് ബി പ്ലേസ്ഡ് ഇൻസൈഡ് ദ ആപ്ലിക്കേഷൻ ലെയർ. ഓക്കെ, എല്ലാ ആപ്ലിക്കേഷനും കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷനും ആപ്ലിക്കേഷൻ ലെയറിൻ്റെ അകത്ത് വരുന്നതല്ല, എക്സെപ്റ്റ് ദോസ് ഹൂ ഇൻറ്ററാക്ട് വിത്ത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നത് ഇതിൽ ടെക്സ്റ്റ് എഡിറ്റർ, ഓക്കെ, മൈക്രോസോഫ്റ്റ് നോട്ട് പാഡ്, മൈക്രോസോഫ്റ്റിൻ്റെ അല്ല, നോട്ട് പാഡ്, മൈക്രോസോഫ്റ്റ് വേർഡ്, അങ്ങനത്തതൊന്നും എന്താണ് ആപ്ലിക്കേഷൻ ലെയറുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നതല്ല. ഓക്കെ, ഒരു ടെക്സ്റ്റ് എഡിറ്റർ, സാധാരണ ഒരു നോട്ട് പാഡ് cannot be considered in the application layer, while web browser using HTTP protocol to interact with the network. Okay, വെബ്സൈറ്റിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് HTTP പ്രോട്ടോക്കോൾ. ഓക്കെ, വേൾഡ് വൈഡ് വെബ് തന്നെ www എന്ന് തുടങ്ങുന്ന അതിനകത്ത് നിങ്ങൾക്ക് കാണാം ഏറ്റവും മുകൾ ഭാഗത്ത് HTTP അല്ലെങ്കിൽ HTTPS എഴുതിയിട്ടായിരിക്കും വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് കാണുക അല്ലേ. ഗൂഗിൾ എഴുതുന്നതിൻ്റെ മുമ്പായിട്ട് HTTP എന്നൊക്കെ പറഞ്ഞ് കാണും. നമ്മളെന്തെങ്കിലും ഫയലൊക്കെ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് പോലെ നമുക്ക് കാണാം FTP// പിന്നെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് സെർവർ ലൊക്കേഷൻ്റെ കാണിക്കും. അപ്പോൾ അതൊക്കെ എന്താണ് ആപ്ലിക്കേഷൻ ലെയറിലുള്ള പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് അത്തരം ആപ്ലിക്കേഷൻസ്, അതായത് വെബ്സൈറ്റുകളൊക്കെ എന്താണ് ആപ്ലിക്കേഷൻ ലെയറിൽ വരുന്ന ആപ്ലിക്കേഷൻസ് ആണ്. പിന്നെ ഫോളോയിങ് ആർ ദ മെയിൻ പ്രോട്ടോകോൾസ് യൂസ്ഡ് ഇൻ ദ ആപ്ലിക്കേഷൻ ലെയർ. ആപ്ലിക്കേഷൻ ലെയറിൽ വരുന്ന കാര്യങ്ങൾ പ്രോട്ടോകോൾ. HTTP സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഓക്കെ, HTTP എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, അതാണ് HTTP എന്ന് പറയുന്നത്. HTTPS എന്ന് പറയുന്നത് സെക്യൂർഡ് ആയിട്ടുള്ള ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്. ദിസ് പ്രോട്ടോക്കോൾ അലോസ് അസ് ടു ആക്സസ് ദ ഡാറ്റ ഓവർ വേൾഡ് വൈഡ് വെബ്. www എന്ന് പറയുന്നതാണ് വേൾഡ് വൈഡ് വെബ് കേട്ടോ. www അതിൻ്റെ ഷോർട്ടാണ്, അതായത് വേൾഡ് വൈഡ് വെബിൻ്റെ ഷോർട്ടാണ് www എന്ന് പറയുന്നത്.
It transfers the data in the form of plain text, audio and video. It is known as hypertext transfer protocol, as it is efficiency to use in the hypertext environment where there are rapid jumps from one document to another. ഇതാണ് പ്ലെയിൻ ടെക്സ്റ്റ് ആണെന്ന് പറയുന്നത് അല്ലേ. പ്ലെയിൻ ടെക്സ്റ്റ്, ഓഡിയോ, വീഡിയോ. അപ്പോൾ ഒരു ടെക്സ്റ്റ് നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് ഓപ്പൺ ചെയ്യാനൊക്കെ അത് വലിയ സൈസ് ഉണ്ടാവില്ല. ആ ഒരു കണ്ടന്റിനകത്ത് പെട്ടെന്ന് ഒരു ടെക്സ്റ്റിനകത്ത് നിന്ന് മറ്റൊരു ടെക്സ്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് മൂവ് ചെയ്യാൻ ഈസിയാണ്. Hypertext environment, okay, it has the efficiency to use the hypertext environment where there are rapid jumps from one document to another. ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് റാപ്പിഡായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. SNMP സ്റ്റാൻഡ്സ് ഫോർ സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് പ്രോട്ടോകോൾ. അപ്പോൾ ഞാൻ ഒരുവിധം മാക്സിമം ഇങ്ങനത്തെ ഷോർട്ട് ഫോമിനൊക്കെ ഞാൻ അതിൻ്റെ ഫുൾ ഫോമും കൂടെ ചിലയിടത്തിലൊക്കെ ബ്രാക്കറ്റ് ഇട്ട് കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. ചില ഫുൾ ഫോമുകൾ ഇപ്പോൾ DNS, ഡൊമൈൻ നെയിം സിസ്റ്റം, ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് ഫോംസ് ആണ്. DNS എന്ന് പറഞ്ഞാൽ എന്താണ്, ഡൊമൈൻ നെയിം സിസ്റ്റം, ഓക്കെ, അതൊക്കെ പഠിച്ചിരിക്കണം. ഇപ്പോൾ SNMP എന്ന് പറഞ്ഞാൽ സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് പ്രോട്ടോകോൾ. It is a framework used for managing the devices on the internet by using the TCP/IP protocols. അപ്പോൾ നെറ്റ്വർക്കിങ്ങിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന റൗട്ടർ, സ്വിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളെ അതായത് മൊത്തത്തിൽ നെറ്റ്വർക്കിനെ തന്നെ മാനേജ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. പിന്നെ SMTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അത് ഒരു മെയിൽ സെൻഡ് ചെയ്യാനോ റിസീവ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ്. SMTP സ്റ്റാൻഡ്സ് ഫോർ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ദ TCP/IP പ്രോട്ടോക്കോൾ ദാറ്റ് സപ്പോർട്ട്സ് ദ ഇമെയിൽ ഈസ് നോൺ ആസ് SMTP. ഓക്കെ, TCP പ്രോട്ടോക്കോളിനകത്ത് മെയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് SMTP എന്ന് പറയുന്നത്. This protocol is used to send data to another email address. പിന്നെ DNS എന്ന് പറയുന്നത് നമ്മളെല്ലാം അറിയുന്നതും എന്നാൽ അറിയാത്തതുമായിട്ടുള്ള ഒരു ഭാഗമാണ്. DNS IP അഡ്രസ്സ് വഴിയാണ് നമ്മൾ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ ഇപ്പോൾ നമുക്ക് ഗൂഗിളിനകത്തുനിന്ന് ഒരു ഫയൽ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ വെബ്സൈറ്റ് നമുക്ക് സന്ദർശിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ മെയിൻ റൗട്ടറിൻ്റെയോ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഒരു IP അഡ്രസ്സും നമുക്ക് അറിയില്ല. പക്ഷേ എല്ലാ ആൾക്കാരും ഗൂഗിളിൻ്റെ കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്യുന്നുണ്ട്, ലോഗിൻ എന്നല്ല ആക്സസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതെന്താണ്, ഈ IP അഡ്രസ്സ് അറിഞ്ഞത് കൊണ്ടല്ല, പകരം ഡൊമൈൻ നെയിം സിസ്റ്റം ഓക്കെ, DNS എന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അതായത് ഗൂഗിളിൻ്റെ വെബ്സൈറ്റിൻ്റെ IP അഡ്രസ്സിന് പകരം അവരുടെ ഡൊമൈൻ നെയിമായിട്ടുള്ള www.google.com, ഓക്കെ, google.com എന്നുള്ളതാണ് അതിൻ്റെ ഡൊമൈൻ നെയിം. ഓക്കെ, അപ്പോൾ ആ ഒരു ഡൊമൈൻ നെയിം IP-ക്ക് പകരം നിൽക്കുന്നതാണ്, IP അഡ്രസ്സിന് പകരം. ഓക്കെ, DNS സ്റ്റാൻഡ്സ് ഫോർ ഡൊമൈൻ നെയിം സിസ്റ്റം, DNS. ഓക്കെ, an IP address is used to identify the connection of a host to the internet uniquely. ഓക്കെ, ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു ഇൻ്റർനെറ്റിനകത്ത് ഒരു കമ്പ്യൂട്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് IP അഡ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ബിറ്റ്സുകളായിട്ടാണ്, നമ്പർ ഓഫ് ബിറ്റ്സുകളാണ് അല്ലേ. 192 ബിറ്റാണ് IP അഡ്രസ് അല്ലേ. 4 സെക്ഷൻ ആയിട്ട്
8 ബിറ്റുള്ള 4 സെക്ഷനായിട്ടാണ് IP അഡ്രസ്സ് നമ്മൾ കണക്കാക്കുന്നത്. അതായത് 192.168.1.1 അല്ലെങ്കിൽ 1.2 അങ്ങനെയുള്ള 4 സെക്ഷനായിട്ടാണ്. ഓരോ സെക്ഷനിലും 8 ബിറ്റുകൾ ഉണ്ടാവും. മൊത്തം 8 × 4 32 ബിറ്റുകളാണ് IP അഡ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും നമ്പർ അല്ലെങ്കിൽ 4 സെക്ഷൻ നമ്മൾ 192.168.1.15 അങ്ങനെയുള്ള നമ്പർ ഓർത്ത് വെക്കുന്നതിന് പകരം ഈ google.com എന്നുള്ള പേര് ഓർത്ത് വെക്കും. ഓക്കെ, സോ IP address is used to identify the connection of a host to the internet uniquely, but people prefer to use the name instead of addresses. ഈ അഡ്രസ്സിന് പകരം, അതായത് IP അഡ്രസ്സിന് പകരം ആൾക്കാർ ഈ നെയിം സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഓർത്തിരിക്കാനും സുഖം. youtube.com എന്നുള്ളത് ഒരു ഡൊമൈൻ നെയിമാണ്. ഗൂഗിൾ എന്നുള്ളത് ഒരു ഡൊമൈനാണ്. പിന്നെ യാഹൂ എന്നുള്ളത് ഡൊമൈനാണ്. പിന്നെ എല്ലാ വെബ്സൈറ്റും ഡൊമൈൻ നെയിം ചേർന്നതാണ്. ഓക്കെ, therefore the system that maps the name of the address is known as domain name system. അതായത് ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറഞ്ഞാൽ IP അഡ്രസ്സിനെ നെയിം ആക്കി മാറ്റുന്ന ഒരു സിസ്റ്റമാണ് ഡൊമൈൻ നെയിം സിസ്റ്റം. പിന്നെ ടെൽനെറ്റ് എന്ന് പറയുന്നത് ഒരു വിർച്വൽ റിമോട്ട് ആക്സസിന് വേണ്ടി, റിമോട്ട് കമ്പ്യൂട്ടർ ആക്സസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ടെൽനെറ്റ് എന്ന് പറയുന്നത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടോക്കോളാണ് ടെൽനെറ്റ് എന്നുള്ളത്. റിമോട്ട് ഡെസ്ക്ടോപ്പ് ആക്സസ്, ടീം വ്യൂവർ, അതുപോലെയൊക്കെ ടീം വ്യൂവർ എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ചിലപ്പോൾ. ഒരു കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീന് മറ്റൊരു കമ്പ്യൂട്ടറിന് കാണാൻ പറ്റുക, റിമോട്ടായിട്ടുള്ള. ഓക്കെ, ദൂരത്തുള്ള ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാർ നാട്ടിലുള്ള കമ്പ്യൂട്ടർ റിപ്പയർ ആക്കാനും, അതുപോലെ തന്നെ വലിയ വലിയ കമ്പനികളിലുള്ള ആൾക്കാർ അവരുടെ സർവീസ് ടീം ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറഞ്ഞാൽ അവർ ടീം വ്യൂവർ വഴിയോ മറ്റോ അല്ലെങ്കിൽ റിമോട്ട് ഡെസ്ക്ടോപ്പ് ആക്സസ് വഴിയോ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ ആക്സസ് ചെയ്യും. അതിനാണ് ഈ ടെൽനെറ്റ് എന്ന് പറഞ്ഞ പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് എസ്റ്റാബ്ലിഷസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ദ ലോക്കൽ കമ്പ്യൂട്ടർ ആൻഡ് റിമോട്ട് കമ്പ്യൂട്ടർ ഇൻ സച്ച് എ വേ ദാറ്റ് ലോക്കൽ ടെർമിനൽ അപ്പിയേഴ്സ് ടു ബി എ ടെർമിനൽ അറ്റ് ദ റിമോട്ട് സിസ്റ്റം. ഓക്കെ, ഇപ്പോൾ റിമോട്ടായിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ, ദൂരത്തുള്ള ഒരു കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീന് അല്ലെങ്കിൽ മൊത്തം കീബോർഡ് മൊത്തം നമ്മുടെ സ്വന്തം കമ്പ്യൂട്ടറിനകത്ത് ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കാം. ആ ഒരു സിസ്റ്റമാണ് ടെൽനെറ്റ്. ആ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് ടെൽനെറ്റ്. ഓക്കെ, അതുപോലെ FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എന്തെങ്കിലും ഫയൽ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും മുകൾ ഭാഗത്ത് അഡ്രസ് ബാറിനകത്ത് കാണിക്കും, FTP/ എന്ന് പറഞ്ഞ് കാണിക്കും. FTP is a standard internet protocol used for transmitting the files from one computer to another computer. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് FTP യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡിവൈസസ് യൂസ്ഡ് ഇൻ ആപ്ലിക്കേഷൻ ലെയർ ഏതൊക്കെയാണ്? കമ്പ്യൂട്ടറുകൾ, ഫോണ്, സെർവർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആപ്ലിക്കേഷൻ ലെയറിൽ യൂസ് ചെയ്യുന്ന ഡിവൈസുകൾ. പിന്നെ ഗേറ്റ് വേ, ഫയർവാള്. ഓക്കെ, അത്രയാണ് നമുക്ക് TCP/IP ലെയറിനകത്ത് പഠിക്കാനുള്ളത്. 4 ലെയർ: നെറ്റ്വർക്ക് ആക്സസ് ലെയർ, ഇൻ്റർനെറ്റ് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, ആപ്ലിക്കേഷൻ ലെയർ. ഓക്കെ, അത് ഞാൻ വീണ്ടും പറയുകയാണ്, ഈ OSI മോഡലും TCP/IP മോഡലും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അത് നമുക്ക് പിന്നീടും ഉപയോഗപ്പെടും.